1977 കൊച്ചിയിൽ ചെറിയൊരു വാടക ഷെഡിൽ നിന്ന് വെറും 2 തൊഴിലാളികളായിട്ട് ഇദ്ദേഹം ഒരു കമ്പനി ആരംഭിച്ചു. അപ്പോൾ അവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇത് നിരന്തരമായിട്ട് പവർ കട്ടായിട്ട് ബുദ്ധിമുട്ടുന്ന വീടുകൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നായിരുന്നു. അപ്പോൾ 90കളിൽ V-Guard പ്രൊഡക്ട്സ് ഒരു വിവാഹ സമ്മാനമായിട്ട് മാറി. പക്ഷേ ഇതുകൊണ്ടൊന്നും അദ്ദേഹം നിർത്തിയില്ല. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ തീം പാർക്കായ വീഗാലാൻഡ് നിർമ്മിച്ചു. അപ്പോൾ നിങ്ങളൊരു 90s കിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒന്നാണിത്. അതുപോലെ തന്നെ ആ ഒരു ബ്രാൻഡിൻ്റെ വിജയമൊക്കെ ആസ്വദിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും തന്നെ കൊച്ചി ഹൗസ് ഓഫ് ചിറ്റിലപ്പള്ളിയുടെ V-Guard പ്രൊഡക്ട്സ് ഉണ്ട്. ഒന്നുകിൽ അത് വാട്ടർ ഹീറ്റർ ആവാം, അല്ലെങ്കിൽ ഇൻവെർട്ടർ, അല്ലെങ്കിൽ സ്റ്റെബിലൈസർ ആയിട്ട്. ഇനി 2008 ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെ V-Guard ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറി. പെർ ഷെയർ 82 രൂപയോടെ 65.6 കോടി റേസ് ചെയ്തു കമ്പനി. 2.7 ഇരട്ടി ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരുന്നു IPO. ഇപ്പോൾ 3 ആൾക്കാരായിട്ട് തുടങ്ങിയ ഈ ഒരു കമ്പനി 2024 ഫെബ്രുവരി വരെ നോക്കുകയാണെങ്കിൽ 14,000 കോടിയിലധികം മാർക്കറ്റ് ക്യാപ്പോടെ ഒരു വലിയ ബ്രാൻഡായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ രാജ്യമെമ്പാടും 32 ബ്രാഞ്ചോടെ V-Guardന്റെ യാത്ര തുടരുവാണ്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഗ്രോ മലയാളം ഇന്ന് തന്നെ ഫോളോ ചെയ്യുക.